ഹായ് ഫ്രണ്ട്സ്, കേരള PSCയിലെ കേരള ചരിത്രത്തിലെ സുപ്രധാനമായ പാഠഭാഗങ്ങളിലൊന്നാണ് അഡ്വെൻറ്റ് ഓഫ് യൂറോപ്യൻസ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് അഡ്വെൻറ്റ് ഓഫ് യൂറോപ്യൻസ് അഥവാ യൂറോപ്യന്മാരുടെ ആഗമനത്തെ പറ്റിയിട്ടാണ്. ഡീപ് ലേണിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കൂട്ടുകാരെ, ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും സംസാരിക്കുന്നത് 3 കാര്യങ്ങളെ പറ്റിയിട്ടാണ്. ഒന്നാമത്തേത്, കടൽ മാർഗം ഇന്ത്യയിലേക്കുള്ള യൂറോപ്യന്മാരുടെ വരവിനെ പറ്റിയിട്ടും അതിൻ്റെ ചരിത്രത്തെ പറ്റിയിട്ടുമാണ്, അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തെ പറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ വീഡിയോയിൽ ആദ്യമായിട്ട് സംസാരിക്കാൻ പോകുന്നത്. രണ്ടാമതായി സംസാരിക്കുന്നത് ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ ഫോർമേഷനെ പറ്റിയിട്ടാണ്. ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ ഉയർച്ചയെ പറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് രണ്ടാമതായി സംസാരിക്കുന്നത്. മൂന്നാമതായി സംസാരിക്കുന്നത് ഫേമസ് ആയിട്ടുള്ള പോർച്ചുഗീസ് വൈസ്രോയിമാരെ പറ്റിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ മൂന്നാമതായി സംസാരിക്കുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. നമ്മൾ കടൽ മാർഗം ഇന്ത്യയിലോട്ട് വന്ന വിദേശികളെ പറ്റിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പഠിക്കുന്നത്. ഇതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഈ യൂറോപ്യന്മാർ കടൽ മാർഗം ഇന്ത്യയിലോട്ട് വരുന്നതിന് മുന്നേ, അല്ലെങ്കിൽ കേരളത്തിലോട്ട് വരുന്നതിന് മുന്നേ തന്നെ കേരളത്തിലുണ്ടായിരുന്ന ജനങ്ങൾക്ക് വിദേശികളുമായി കടൽ വ്യാപാരം ഉണ്ടായിരുന്നു. യൂറോപ്യന്മാർക്ക് മുന്നേ കേരളീയരുമായി കടൽ വ്യാപാരം ഉണ്ടായിരുന്ന വിദേശ ശക്തികളായിരുന്നു അറബികൾ. യൂറോപ്യന്മാർക്ക് മുന്നേ കേരളീയരുമായി എന്തുണ്ടായിരുന്നേ വ്യാപാര ബന്ധമുണ്ടായിരുന്ന വിദേശ ശക്തികളായിരുന്നു ആരെന്ന് പറയുന്നത് അറബികളെന്ന് പറയുന്നത്. പിന്നീട് 1498 മെയ് 20 വാസ്കോഡ ഗാമ ഇന്ത്യയിൽ കാലുകുത്തുന്നതോടുകൂടി ആരും വരാൻ തുടങ്ങി, യൂറോപ്യന്മാരും ഇന്ത്യയിലോട്ട് വരാൻ തുടങ്ങി. കേരളവും ഇന്ത്യയുമായി കച്ചവട ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇവർ വന്ന കാലഘട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ നമ്മൾ എഴുതുവാണെങ്കിൽ ഇന്ത്യയിലേക്ക് ആദ്യം വന്ന യൂറോപ്യന്മാരായിരുന്നു പോർച്ചുഗീസുകാർ, പിന്നീട് ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും ഇന്ത്യയിലേക്ക് എത്തി. ഇതുമായി ബന്ധപ്പെട്ടിട്ട് PSC പരീക്ഷകൾക്ക് ഒരു ക്വസ്റ്റ്യൻ സാധാരണ രീതിയിൽ ചോദിക്കുന്നുണ്ട്. പോർച്ചുഗീസുകാർ അറിയപ്പെടുന്ന പ്രാദേശിക വിളിപ്പേരെന്താണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷുകാർ അറിയപ്പെടുന്ന പ്രാദേശിക വിളിപ്പേരെന്താണ് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് സാധാരണ PSC പരീക്ഷകൾക്ക് കണ്ടിട്ടുണ്ട്. അതിനെ പറ്റിയിട്ട് കൂടി നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നോക്കാം. പോർച്ചുഗീസുകാരെ സാധാരണ രീതിയിൽ അറിയപ്പെട്ടിരുന്ന പേരായിരുന്നു പറങ്കികൾ. ഡച്ചുകാരെ അറിയപ്പെട്ടിരുന്ന പേരായിരുന്നു ലന്തക്കാർ. ഇംഗ്ലീഷുകാരെ ഷീമക്കാർ എന്നും വെള്ളക്കാർ എന്നും പ്രാദേശികമായി അറിയപ്പെട്ടിരുന്നു. പരന്ത്രേസുകാർ എന്നാണ് ഫ്രഞ്ചുകാരെ അറിയപ്പെട്ടിരുന്നത്. ഈ യൂറോപ്യന്മാരെ പോലെ തന്നെ ചിലരെയും കൂടി എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, കേരളത്തിലെ മറ്റ് ചില പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്രകാരമുള്ള സുപ്രധാനമായിട്ടുള്ള 2 രാജ്യക്കാരായിരുന്നു. ഒന്ന് ഗ്രീക്കുകാരും 2 ഡെൻമാർക്കുകാരും. ഇതിൽ ഗ്രീക്കുകാരെ ഇവിടെ അറിയപ്പെട്ടിരുന്നത് യവനർ എന്നാണ്. യവനർ എന്ന പേരിലായിരുന്നു ഗ്രീക്കുകാരെ കേരളത്തിൽ അറിയപ്പെട്ടിരുന്നത്. ഡെൻമാർക്കുകാരെ ഡാനിഷുകാർ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഈ സ്ലൈഡിൽ പഠിച്ചു മാറ്റിയ കാര്യങ്ങൾ, യൂറോപ്യന്മാർക്ക് മുന്നേ കടൽ മാർഗം കേരളവുമായി കച്ചവട ബന്ധമുണ്ടായിരുന്ന വിദേശികളായിരുന്നു ആരെന്ന് പറയുന്നത് അറബികളെന്ന് പറയുന്നത്. ഇന്ത്യയിലോട്ട് വന്ന വിദേശികളെ ഇവിടെ അറിയപ്പെട്ടിരുന്ന പ്രാദേശിക പേരുകളെ പറ്റിയിട്ടാണ് പഠിച്ചത്. പോർച്ചുഗീസുകാരെ പറങ്കികളെന്നും, ഡച്ചുകാരെ ലന്തക്കാരെന്നും, ഇംഗ്ലീഷുകാരെ ഷീമക്കാർ അല്ലെങ്കിൽ വെള്ളക്കാരെന്നും, ഫ്രഞ്ചുകാരെ പരന്ത്രീസുകാരെന്നും, ഗ്രീക്കുകാരെ യവനറെന്നും, ഡെൻമാർക്കുകാരെ ഡാനിഷുകാരെന്നും അറിയപ്പെട്ടിരുന്നു. ഇവിടെ വന്ന യൂറോപ്യന്മാരെ കാലക്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതുവാണെങ്കിൽ ആദ്യം വന്നത് പോർച്ചുഗീസുകാർ, തുടർന്ന് ഡച്ചുകാർ, തുടർന്ന് ഇംഗ്ലീഷുകാർ, തുടർന്ന് ഫ്രഞ്ചുകാർ. ഇത്രയും സാധനങ്ങളാണ് ഈ സ്ലൈഡിൽ പഠിച്ചു മാറ്റിയത്. നമുക്ക് അടുത്തൊരു പാഠഭാഗത്തിലോട്ട് പോകാം. നമ്മൾ ഈ സ്ലൈഡിൽ പരിചയപ്പെടാൻ പോകുന്നത് എന്തുകൊണ്ടാണ് യൂറോപ്യന്മാർ ഏഷ്യയിലേക്ക് കടൽ മാർഗം വന്നു എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. കടൽ മാർഗം വന്നു, അതിനുള്ള സാഹചര്യം എന്താണ്, അതിന് പിന്നിലുള്ള ചരിത്ര പശ്ചാത്തലം എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മൾ ഇന്ത്യയുടെ പുരാതന ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ പുരാതന കാലഘട്ടത്തിലും ഏൻഷ്യൻ്റ് കാലഘട്ടത്തിലും മധ്യകാലഘട്ടത്തിലും മിഡീവൽ കാലഘട്ടത്തിലും യൂറോപ്യന്മാർക്ക് ഇന്ത്യയുമായിട്ട് കച്ചവട ബന്ധം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ട് ഇവർ ഉപയോഗിച്ചിരുന്ന കരമാർഗത്തെയാണ് സിൽക്ക് റൂട്ട് എന്ന് അറിയപ്പെട്ടിരുന്നത്. ഇനിയാണ് കഥ വരാൻ പോകുന്നത്. 1453 ഇന്നത്തെ തുർക്കിയുടെ തലസ്ഥാനമായിട്ടുള്ള ഇസ്താംബുളിൻ്റെ പഴയ പേരാണ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത്. ഈ കോൺസ്റ്റാന്റിനോപ്പിളിനെ
ഓട്ടോമൻ തുർക്കികളുടെ തലവനായിട്ടുണ്ടായിരുന്ന സുൽത്താൻ മുഹമ്മദ് രണ്ടാമൻ്റെ നേതൃത്വത്തിൽ ഓട്ടോമൻ തുർക്കികൾ പിടിച്ചെടുക്കുന്നു. ഇതോടുകൂടി അവർ സിൽക്ക് റൂട്ടിനെ എന്ത് ചെയ്യുകയാണ്, അടയ്ക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ യൂറോപ്യന്മാർക്ക് ഏഷ്യയിൽ നിന്ന് കച്ചവടം ചെയ്യാനുള്ള പാതയിൽ വലിയ ടാക്സ് അവർ എന്ത് ചെയ്തു, ഏർപ്പെടുത്തി. ഇതോടുകൂടി ഏറെക്കുറെ യൂറോപ്യന്മാർക്ക് ഏഷ്യയിലോട്ട് വരാൻ പറ്റത്തില്ല, കച്ചവടത്തിനായി കരപാത ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു. സ്വാഭാവികമായിട്ടും പുതിയ വഴികൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂറോപ്യന്മാർ ബാധ്യസ്ഥരായി. അങ്ങനെയാണ് പുതിയ വഴികളുടെ ഭാഗമായി കടൽ മാർഗമുള്ള വഴികൾ അവരെന്ത് ചെയ്യുന്നത്, അന്വേഷിച്ച് ഇറങ്ങുന്നത്. ഒന്നും കൂടി നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ സാധനങ്ങളൊന്ന് പഠിച്ചു മാറ്റാം. 15-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതി വരെ ഇന്ത്യയും യൂറോപ്പിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കരമാർഗമുള്ള പാതയായിരുന്നു സിൽക്ക് റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ അല്ലയോ? രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് 1453 ഓട്ടോമൻ തുർക്കികളുടെ നേതാവായിട്ടുണ്ടായിരുന്ന സുൽത്താൻ മുഹമ്മദ് രണ്ടാമൻ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുക്കുന്നു. കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് ഏഷ്യയെയും അതേപോലെ തന്നെ യൂറോപ്പിനെയും കണക്ട് ചെയ്യുന്ന ഒരു ലാൻഡ് ആണ് എന്തെന്ന് പറയുന്നത്, ഒരു പ്രദേശമാണ് എന്തെന്ന് പറയുന്നത് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത്. പുതിയ പേര് ഇസ്താംബുൾ, തുർക്കിയുടെ തലസ്ഥാനമാണ് ഈ പ്രദേശം എന്ന് പറയുന്നത്. ഈ പ്രദേശത്തിനെ സുൽത്താൻ മുഹമ്മദ് രണ്ടാമൻ പിടിച്ചെടുക്കുന്നു. ഇതോടുകൂടി ഈ പ്രദേശത്തുണ്ടായിരുന്ന യൂറോപ്യൻ ചരക്ക് വ്യാപാരത്തിന് എന്ത് ചെയ്യുകയാണ്, വലിയ രീതിയിലുള്ള നികുതി അവർ ഏർപ്പെടുത്തുകയാണ്. മനസ്സിലായോ? ഇതോടുകൂടി യൂറോപ്യന്മാർക്ക് ഈ പാത ഉപയോഗിക്കാൻ പറ്റാതായിട്ട് വന്നു. ഈ പഴയ കരവ്യാപാര പാത, അതായത് സിൽക്ക് റൂട്ട് ഉപയോഗിക്കാൻ പറ്റാതായിട്ട് വന്നു. പുതിയ വഴികൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂറോപ്യന്മാർ നിർബന്ധിതരായി. ഒപ്പം തന്നെ ഈ കോൺസ്റ്റാന്റിനോപ്പിള് ഓട്ടോമൻ തുർക്കികൾ പിടിച്ചെടുക്കുന്നതോടുകൂടി ഇതിൻ്റെ ഈസ്റ്റിലോട്ടുള്ള ഭാഗം, അതായത് ഏഷ്യയിലോട്ടുള്ള ഭാഗത്തിലോട്ട് ഇസ്ലാം മതത്തിൻ്റെ വ്യാപനം വളരെ ദ്രുതഗതിയിൽ നടന്നു. എന്നാൽ ഇസ്ലാം മതത്തിൻ്റെ വ്യാപനം എന്ത് ചെയ്തു, മന്ദഗതിയിലാവുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും ഇത് രണ്ട് മതങ്ങൾക്കിടയിലും എന്ത് ചെയ്യുകയും ഒരു വൈര്യം ഉണ്ടാക്കുന്നതിന് കാരണമാവുകയും ചെയ്തു. നമുക്കടുത്ത് ഏഷ്യയിലോട്ടുള്ള യൂറോപ്യന്മാരുടെ കടൽ മാർഗമുള്ള വരവ് ഏതൊക്കെ ഘട്ടങ്ങളിലൂടെയാണ് നടന്നത് എന്നൊന്ന് പരിശോധിക്കാം. 1453 കോൺസ്റ്റാന്റിനോപ്പിളിന്റെ പതനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോൺസ്റ്റാന്റിനോപ്പിൾ ഓട്ടോമൻ എംപയർ പിടിച്ചെടുക്കുന്നതെന്ന് പറയുന്നത്. കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തതിന് ശേഷം ഇന്ത്യയിലോട്ടുള്ള വരവിന് നേതൃത്വം കൊടുത്ത ആദ്യത്തെ ഒരു നാവിഗേറ്റർ ആയിരുന്നു പ്രിൻസ് ഹെൻറി എന്ന് പറയുന്നത്. പ്രിൻസ് ഹെൻറിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു? ഇന്ത്യയുമായിട്ടുള്ള കച്ചവട അല്ലെങ്കിൽ വ്യാപാര ബന്ധം കൂടുതൽ എന്ത് ചെയ്യുക, വിപുലമാക്കുക. 2 ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ ഇവിടെ സുഖകരമാക്കി നടപ്പിലാക്കുക. ഇതൊക്കെയായിരുന്നു പ്രിൻസ് ഹെൻറിയുടെ ലക്ഷ്യങ്ങളെന്ന് പറയുന്നത്. അതിനുശേഷം 1454 അന്നത്തെ മാർപ്പാപ്പയായിരുന്ന നിക്കോളാസ് അഞ്ചാമൻ ഒരു പേപ്പൽ ബുള്ള് പുറപ്പെടുവിപ്പിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർഡർ പുറപ്പെടുവിപ്പിച്ചു. ആ ഓർഡർ പ്രകാരം ഹെൻറി രാജകുമാരനെ, അന്ന് പോർച്ചുഗീസ് ഭരിച്ചിരുന്ന ഹെൻറി രാജകുമാരനെ ഏഷ്യയിലേക്കുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലേക്കുള്ള ക്രിസ്തുമത പ്രചാരണത്തിൻ്റെയും ഇസ്ലാമിക ആധിപത്യത്തെ വെല്ലുവിളിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിലോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വഴികൾ കണ്ടുപിടിക്കാൻ, കടൽ മാർഗമുള്ള വഴികൾ കണ്ടുപിടിക്കാനുള്ള അധികാരം കൊടുക്കുകയാണ് ചെയ്തത്. ഇതോടുകൂടി ഇന്ത്യയിലോട്ടുള്ള കടൽ മാർഗമുള്ള വഴി കണ്ടുപിടിക്കാനുള്ള യൂറോപ്യന്മാരുടെ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടന്നു. അങ്ങനെ ഇന്ത്യയിലോട്ട് വരാനുള്ള വഴി ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്ന ഒരു യൂറോപ്യനായിരുന്നു, അല്ലെങ്കിൽ ഒരു പോർച്ചുഗീസ് നാവികനായിരുന്നു ബാർത്തലോമേ ഡൈസ് എന്ന് പറയുന്നത്. ബാർത്തലോമേ ഡൈസ് തൻ്റെ കടൽ മാർഗമുള്ള യാത്ര ആരംഭിക്കുന്നത് 1488 ഇദ്ദേഹം ആഫ്രിക്കയുടെ തെക്കേയറ്റത്തെത്തുകയും തെക്കേയറ്റം വഴി ഇന്ത്യയിലോട്ട് വരുന്നതിനുള്ള വഴി കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഈ തെക്കേയറ്റത്തിന് ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ടത് കൊടുങ്കാറ്റുകളുടെ മുനമ്പ് എന്നാണ്, അഥവാ കാബോ ദാസ് ടോർമെന്റാസ് എന്നായിരുന്നു എന്ത് ചെയ്തിരുന്നത് ഇദ്ദേഹം യാത്ര ആരംഭിച്ച ഈ വഴിയെ അറിയപ്പെട്ടിരുന്നത്. പിൽക്കാലത്ത് ഇന്ത്യയിലോട്ട് വരാനുള്ള വഴി കണ്ടുപിടിക്കുന്നതിന് കാരണമായിട്ടുള്ള ഈ മുനമ്പിനെ, അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ കാരണമാകും എന്ന് കരുതിയ ഈ മുനമ്പിനെ പോർച്ചുഗീസുകാർ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് അഥവാ ശുഭപ്രതീക്ഷ മുനമ്പ് എന്ന് വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. മനസ്സിലായോ? ബാർത്തലോമേ ഡൈസിന് ഈ ഉത്തരവാദിത്വം കൊടുത്ത് അയച്ച പോർച്ചുഗീസ് രാജാവിൻ്റെ പേരായിരുന്നു ജോൺ രണ്ടാമൻ. ഇദ്ദേഹം ആഫ്രിക്കയുടെ തെക്കേ അറ്റം ചുറ്റിയ ആദ്യത്തെ ആദ്യത്തെ യൂറോപ്യനായിരുന്നു ആരെന്ന് പറയുന്നത് ബാർത്തലോമേ ഡൈസ് എന്ന് പറയുന്നത്. ഇദ്ദേഹം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്നായിരുന്നു യാത്ര ആരംഭിച്ചത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹം എന്ത് ചെയ്തു, ഈസ്റ്റിലോട്ട് വരുമ്പോഴത്തേക്കും ഇദ്ദേഹത്തിന് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലോട്ട് വരാൻ സാധിക്കുമെന്ന് എന്ത് ചെയ്തു, തൻ്റെ യാത്രകളിലൂടെ കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിച്ചു. അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇന്ത്യൻ മഹാസമുദ്രത്തിനും തമ്മിൽ പരസ്പരം ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരു നാവികൻ കൂടിയായിരുന്നു ആരെന്ന് പറയുന്നത് ബാർത്തലോമേ ഡൈസ് എന്ന് പറയുന്നത്. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് കണ്ടുപിടിച്ച ബാർത്തലോമേ ഡൈസ് 1500 അവിടെ ഉണ്ടായ ഒരു വലിയ കൊടുങ്കാറ്റിനെ തുടർന്ന് ചുഴിയിൽപ്പെട്ട് മരിച്ചു പോവുകയാണ് ചെയ്തത്. ഒന്നുകൂടി 1488 ബാർത്തലോമേ ഡൈസ് തൻ്റെ ഇന്ത്യയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്.
ഇദ്ദേഹം യാത്ര ആരംഭിക്കുന്നത് അന്നത്തെ പോർച്ചുഗൽ രാജാവായിട്ടുള്ള ജോൺ രണ്ടാമൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. ആഫ്രിക്കയുടെ തെക്കേ അറ്റമായിട്ടുള്ള കൊടുങ്കാറ്റുകളുടെ മുനമ്പ് അഥവാ കാബോ ദ സ്റ്റോർമെൻഡാസ് ചുറ്റിയിട്ടായിരുന്നു അദ്ദേഹം എന്ത് ചെയ്യുന്നത്, അവിടെ നിന്നായിരുന്നു അദ്ദേഹം എന്ത് ചെയ്യുന്നത്, തൻ്റെ യാത്ര ആരംഭിച്ചത്. ഈ കൊടുങ്കാറ്റുകളുടെ മുനമ്പ് എന്ന് പറയുന്ന പ്രദേശം പിന്നീട് ഇന്ത്യയിലോട്ടുള്ള യാത്രകൾക്ക് എന്ത് ചെയ്യുന്ന വഴിതെളിക്കുന്ന ഒന്നായിരുന്നു. അല്ലെങ്കിൽ ഇന്ത്യയിലോട്ടുള്ള യാത്രക്കാർക്ക് ഇന്ത്യ കണ്ടെത്താൻ സഹായിക്കുമെന്ന പ്രതീക്ഷ നൽകുന്ന ഒന്നായിരുന്നു. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് ഈ പ്രദേശത്തിന് ശുഭപ്രതീക്ഷ മുനമ്പ് അഥവാ ക്യാപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് അറിയപ്പെടാൻ തുടങ്ങി. ക്യാപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് അറിയപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതേപോലെ ആഫ്രിക്കയുടെ തെക്കൻ പ്രദേശത്ത് നിന്ന് യാത്ര തിരിക്കുന്ന ആദ്യത്തെ യൂറോപ്യനായിരുന്നു ആരെന്ന് പറയുന്നത്, ബാർത്തലോമേ ഡയസ് എന്ന് പറയുന്ന പോർച്ചുഗീസ് നാവികൻ. ഇന്ത്യൻ മഹാസമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രവും തമ്മിൽ ബന്ധമുണ്ട് എന്ന് കണ്ടുപിടിച്ചതും ബാർത്തലോമേ ഡയസ് ആയിരുന്നു. ഇദ്ദേഹം 1500 ഒരു കൊടുങ്കാറ്റിനെ തുടർന്ന്, ക്യാപ്പ് ഓഫ് ഗുഡ് ഹോപ്പിലുണ്ടായ ഒരു കൊടുങ്കാറ്റിനെ തുടർന്ന് മരണപ്പെട്ടു പോയ വ്യക്തിയാണ് ബാർത്തലോമേ ഡയസ് എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് പഠിക്കേണ്ടത്, ഇതേപോലത്തെ ഒരു യാത്ര തുടങ്ങി, എന്നാൽ യാത്ര മാറി ഇന്ത്യക്കാരെന്ന് വിചാരിച്ച അമേരിക്കയിൽ എത്തിച്ചേർന്ന ഒരു പുള്ളിക്കാരനെ പറ്റിയിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ക്രിസ്റ്റഫർ കൊളംബസിനെ പറ്റിയിട്ടാണ് നമുക്ക് ഇനി എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാൻ വേണ്ടിയിട്ട് ഉള്ളത്. ക്രിസ്റ്റഫർ കൊളംബസ് തൻ്റെ യാത്ര ആരംഭിക്കുന്നത് 1498 ആയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ യാത്രകളെ സ്പോൺസർ ചെയ്തിരുന്ന അന്നത്തെ സ്പെയിനിൻ്റെ രാജാക്കന്മാരായിട്ടുണ്ടായിരുന്ന ഫെർഡിനാൻഡും ഇസബെല്ലയുമായിരുന്നു. പക്ഷേ ക്രിസ്റ്റഫർ കൊളംബസ് ഒരു ഇറ്റാലിയൻ നാവികനായിരുന്നു എന്നുള്ള സാധനം മനസ്സിലാക്കി വെച്ചേക്കും. ഇദ്ദേഹം വിചാരിച്ചിരുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ വെസ്റ്റിലോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യാം, ഇന്ത്യയിലോട്ട് എത്താമെന്നായിരുന്നു അദ്ദേഹം വിചാരിച്ചിരുന്നത്. ഈ ചിന്തയിൽ അദ്ദേഹം അറ്റ്ലാന്റിക്കിൽ നിന്നും വെസ്റ്റിലോട്ട് യാത്ര തിരിച്ചു. പക്ഷെ അദ്ദേഹം എത്തിയത് ബഹമാസ് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു, അതായത് ഇന്നത്തെ അമേരിക്കയിലായിരുന്നു അദ്ദേഹം എത്തിയത്. ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ ഇന്ത്യക്കാർ എന്നായിരുന്നു ഇദ്ദേഹം എന്ത് ചെയ്തിരുന്നത്, ആദ്യം വിശേഷിപ്പിച്ചത്. ഇങ്ങനെ ആ കാലഘട്ടത്തിലെ പ്രധാന നാവിക ശക്തികളായിരുന്ന സ്പെയിനിൻ്റെയും പോർച്ചുഗലിൻ്റെയും നേതൃത്വത്തിൽ ഇന്ത്യ കണ്ടുപിടിക്കാനുള്ള പല നാവിക ദൗത്യങ്ങളും എന്ത് ചെയ്യുവാണ്, നടപ്പിലാവുകയാണ്. ഇത് ഇവർക്കിടയിൽ ഒരു മത്സരമായി മാറും. ഈ മത്സരം ഇവരുടെ ലക്ഷ്യത്തിൽ നിന്നും ഇവർ തമ്മിലുള്ള ഒരു യുദ്ധത്തിലോട്ട് പോകും എന്നുള്ളൊരു പേടി ആ കാലഘട്ടത്തിൽ മാർപ്പാപ്പയ്ക്കുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും മാർപ്പാപ്പ സ്പെയിനിനെയും പോർച്ചുഗലിൻ്റെയും ഭരണ നേതൃത്വത്തെ വിളിച്ച് ഒരു സന്ധിയിൽ ഏർപ്പെട്ടു, അല്ലെങ്കിൽ ഒരു ട്രീറ്റിൽ ഒപ്പിട്ടു. ആ ഉടമ്പടിയെ പറയുന്ന പേരാണ് ടോർഡസിലാസ് ഉടമ്പടി എന്ന് അറിയപ്പെടുന്നത്. 1494 ഈ ഉടമ്പടി ഒപ്പുവെച്ചത്. പോപ്പിൻ്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചകളുടെ അവസാനമായിരുന്നു ഈ ഉടമ്പടി ഒപ്പുവെച്ചത്. ഈ ഉടമ്പടി പ്രകാരം അറ്റ്ലാന്റിക് സമുദ്രത്തിനെ എന്ത് ചെയ്യുന്നു, ഒരു മെറിഡിയൻ രേഖ ഉപയോഗിച്ച് വേർതിരിക്കുന്നു. അതിനുശേഷം ഇപ്പം കണ്ടെത്തിയ അക്രൈസ്തവ ലോകങ്ങളായിട്ടുള്ള 2 പ്രദേശങ്ങളിലെ വെസ്റ്റിലും ഉണ്ട് ഈസ്റ്റിലും ഉണ്ട്. ഇതിൽ ഈസ്റ്റിലുള്ള ലോകത്തെ കണ്ടുപിടിക്കാനുള്ള അധികാരം പോർച്ചുഗീസുകാർക്ക് കൊടുക്കുന്നു. വെസ്റ്റിലുള്ള പ്രദേശങ്ങൾ അല്ലെങ്കിൽ പടിഞ്ഞാറുള്ള പ്രദേശങ്ങൾ കണ്ടുപിടിക്കാനുള്ള അധികാരം ആർക്ക് കൊടുക്കുന്നു, സ്പെയിനിന് കൊടുക്കുന്നു. ഇതിനെയാണെന്ന് പറയുന്നത് ടോർഡസിലാസ് ഉടമ്പടി എന്ന് അറിയപ്പെടുന്നത്. ഒന്നുകൂടി 1494 പോപ്പിൻ്റെ നേതൃത്വത്തിലായിരുന്നു എന്ത് നടക്കുന്നത്, ടോർഡസിലാസ് ഉടമ്പടി നടക്കുന്നത്. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഒരു മെറിഡിയൻ രേഖ ഉപയോഗിച്ച് മറിച്ചതിന് ശേഷം ആ ക്രൈസ്തവ ലോകത്തെ 2 ഭാഗങ്ങളായി തിരിച്ചു. അതിൽ കിഴക്ക് പ്രദേശത്തെ കണ്ടുപിടിക്കാനുള്ള അധികാരം പോർച്ചുഗീസുകാർക്കും പടിഞ്ഞാറൻ പ്രദേശത്തെ കണ്ടുപിടിക്കാനുള്ള അധികാരം സ്പെയിൻകാർക്കും കൊടുത്തു. ഇനി ഈ യാത്രകളുടെയൊക്കെ അവസാനം ഇന്ത്യയിലോട്ട് ഒരാൾ കടന്നു വരികയാണ്. ബാക്കിയുള്ള യാത്രകളെല്ലാം വഴിയിൽ വെച്ച് മുടക്കിപ്പോയതോ അല്ലെങ്കിൽ എത്താൻ പറ്റാതായി പോയതോ ഒക്കെ ആയിരുന്നു. ഇന്ത്യയിലോട്ട് എത്താൻ പറ്റാതായി പോയതൊക്കെ ആയിരുന്നു. പക്ഷേ ഈ ദൗത്യം വിജയിച്ച് ഇന്ത്യയിലോട്ട് എത്തിച്ചേർന്ന ആദ്യത്തെ വ്യക്തിയുടെ പേരായിരുന്നു വാസ്കോ ഡി ഗാമ എന്ന് പറയുന്നത്. വാസ്കോ ഡി ഗാമയ്ക്ക് ശേഷം ഇന്ത്യയിലൊരു പുതിയ ചരിത്രം ആരംഭിക്കുകയാണ്. നമ്മൾ ഇനി പഠിക്കുന്നത് ഇന്ത്യയിലോട്ട് വന്ന പ്രധാനപ്പെട്ട പോർച്ചുഗീസുകാരെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ഇത് തുടങ്ങുന്നത് വാസ്കോ ഡി ഗാമയിൽ നിന്നാണ്. വാസ്കോ ഡി ഗാമയ്ക്ക് ഇന്ത്യയിലോട്ട് വരുന്നതിന് വേണ്ടിയിട്ടുള്ള ദൗത്യം കൊടുത്തത് ഡോം മാനുവൽ എന്ന് പറയുന്നത്. ഡോം മാനുവൽ ഒന്നാമൻ എന്ന ആ കാലഘട്ടത്തിലെ പോർച്ചുഗീസ് രാജാവായിരുന്നു. ഇദ്ദേഹം തൻ്റെ യാത്ര 1497 ലിസ്ബണിൽ നിന്ന് ആരംഭിച്ചു. 1498 മെയ് 20 ആയിരുന്നു ഇദ്ദേഹം കോഴിക്കോട് കാപ്പാട് എത്തിച്ചേരുന്നത്. കൃത്യമായി പറഞ്ഞാൽ ചേമഞ്ചേരി പഞ്ചായത്തിലെ പന്തലായനി ബീച്ചിൽ കാപ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഇദ്ദേഹം എത്തിച്ചേരുകയാണ് ചെയ്തത്. ഇദ്ദേഹം പ്രധാനമായും 4 കപ്പലുകളിലായിരുന്നു വന്നത്. സാവോ ഗബ്രിയൽ, സാവോ റാഫേൽ, സാവോ ബെറിയോ. ഇത് ഇത്രയും 3 കപ്പലായി. ഇനി ബാലൻസ് ഒരു കപ്പലുണ്ട്. ഈ കപ്പലെന്ന് പറയുന്നത് ഇനിയുള്ള ഈ ഒരു കപ്പലെന്ന് പറയുന്നത് ഈ 3 കപ്പലിന് ഇന്ധനങ്ങൾ കൊടുക്കുന്നതിനും ഇതിൻ്റെ അകത്തുള്ള ആൾക്കാർക്ക് ഭക്ഷണങ്ങളെല്ലാം വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടീവ് ഷിപ്പായിരുന്നു എന്ന് പറയുന്നത് ഈ ഒരു ഷിപ്പ് എന്ന് പറയുന്നത്. ഇതിൽ സാവോ ഗബ്രിയലായിരുന്നു വാസ്കോ ഡി ഗാമ എന്ത് ചെയ്തിരുന്നത്, സഞ്ചരിച്ചത്. വാസ്കോ ഡി ഗാമയുടെ സഹോദരനായിട്ടുണ്ടായിരുന്ന പോളോ ഡി ഗാമ സഞ്ചരിച്ചിരുന്നത് സാവോ റാഫേൽ എന്ന് പറയുന്ന എന്തിലായിരുന്നു, ഷിപ്പിലായിരുന്നു സഞ്ചരിച്ചിരുന്നത്.
അൽവാരോ വെൽഹോ എന്നറിയപ്പെടുന്ന ആള് വാസ്കോഡ ഗാമയുടെ കൂടെ വന്ന ആളായിരുന്നു. വാസ്കോഡ ഗാമയുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു അൽവാരോ വെൽഹോ എന്ന് പറയുന്നത്. ഇദ്ദേഹം ദ ജേണൽ ഓഫ് ദ വോയേജ് ഓഫ് വാസ്കോഡ ഗാമ ടു ഇന്ത്യ ഇൻ 1497 എന്ന ജേണല് ഇദ്ദേഹം എഴുതിയതാണ് എന്നാണ് കരുതപ്പെടുന്നത്. ഈ നോവൽ ഇദ്ദേഹം എഴുതിയതെന്നാണ് കരുതപ്പെടുന്നത്. അപ്പോൾ തന്നെ ഇദ്ദേഹം ഇവിടെ കച്ചവടത്തിന് വന്ന ആളായിരുന്നു വാസ്കോഡ ഗാമ എന്ന് പറയുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന സാമൂതിരിയുമായിട്ട് കച്ചവടത്തിലുണ്ടായിരുന്ന അറബ് വ്യാപാരികളുണ്ടായിരുന്നു. അറബ് വ്യാപാരികൾക്ക് വാസ്കോഡ ഗാമയുടെ ഇന്ത്യയുടെ എൻട്രി അല്ലെങ്കിൽ സാമൂതിരി അടുത്തുള്ള എൻട്രി അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. സ്വാഭാവികമായിട്ടും തുടക്കത്തിൽ തന്നെ അറബ് വ്യാപാരികളുമായിട്ടൊരു ശത്രുതയിലായിരുന്നു ആരെന്ന് പറയുന്നത് വാസ്കോഡ ഗാമ എന്ന് പറയുന്നത്. ഒപ്പം വാസ്കോഡ ഗാമയായിട്ട് നടന്ന ചർച്ചകളിൽ ഒരു സമന്വയത്തിൻ്റെ ഭാഗത്തെത്താൻ വേണ്ടിയിട്ട് വാസ്കോഡ ഗാമയ്ക്ക് സാധിച്ചിരുന്നില്ല. സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിന് ഇവിടെ നിൽക്കാൻ പറ്റിയിരുന്നില്ല. ഇദ്ദേഹത്തിന് എന്ത് ചെയ്യേണ്ടതായിട്ട് വന്നു? കോഴിക്കോട് വിട്ടുപോകേണ്ടതായിട്ട് വന്നു. ഓഗസ്റ്റ് മാസം ആയപ്പോഴത്തേക്ക് 1498 ഓഗസ്റ്റ് മാസം ആയപ്പോഴത്തേക്കും ഇദ്ദേഹം എന്ത് ചെയ്തു? കോഴിക്കോട് വിട്ടുപോയി. കോഴിക്കോട് വിട്ടു പോകുന്ന ഇദ്ദേഹത്തിനെ അന്നത്തെ കണ്ണൂരിലെ ഭരണാധികാരിയായിട്ടുണ്ടായിരുന്ന കോലോത്തിരി ദൂതന്മാരെ വെച്ച് പിടിക്കുന്നു. അങ്ങനെ ഇദ്ദേഹം കണ്ണൂരിലെത്തി. കണ്ണൂരിൽ നിന്ന് ഇദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? പർച്ചേസ് ചെയ്യുന്നു. അതിനെല്ലാം സംഘടിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കണ്ണൂരിലെ കോലോത്തിരിമാർക്ക് സാധിച്ചു. ഇതുമായിട്ട് നവംബർ മാസത്തിൽ 1498 നവംബർ മാസത്തിൽ കോലോത്തിരിയുടെ നാട്ടിൽ നിന്ന് കണ്ണൂരിൽ നിന്ന് വാസ്കോഡ ഗാമ തൻ്റെ സ്വന്തം നാടായിട്ടുള്ള ലിസ്ബണിലോട്ട് പോകുന്നു. ലിസ്ബണിൽ 1499 ഇദ്ദേഹം എത്തിച്ചേരുന്നു. ഇന്ത്യയിൽ നിന്ന് കളക്ട് ചെയ്ത സാധനങ്ങൾ തൻ്റെ യാത്രയ്ക്ക് മുഴുവൻ ചെലവായ പൈസയുടെ 60 ഇരട്ടി ലാഭം മാത്രമായിട്ട് എന്ത് ചെയ്തു? പുള്ളിക്കാരന് നേടിക്കൊടുത്തു. അതായത് ഇന്ത്യയിലോട്ട് വാസ്കോഡ ഗാമ 1 ലക്ഷം രൂപയ്ക്കാണ് വന്നതെങ്കിൽ എല്ലാ ചിലവുകളും കൂടി 1 ലക്ഷം രൂപ വാസ്കോഡ ഗാമയുടെ ഈ യാത്രയ്ക്കായിട്ടുണ്ട് എങ്കിൽ ഇന്ത്യയിൽ നിന്ന് പർച്ചേസ് ചെയ്ത സാധനങ്ങൾ തൻ്റെ നാട്ടിൽ കൊണ്ട് വിറ്റപ്പോൾ 60 ലക്ഷം രൂപയ്ക്ക് അല്ലെങ്കിൽ 61 ലക്ഷം രൂപയ്ക്ക് ഉണ്ടായിരുന്നു. മനസ്സിലായോ? 1 ലക്ഷം രൂപയ്ക്കുള്ള സാധനം 61 ലക്ഷം രൂപ യാത്രയിൽ എല്ലാ പർച്ചേസിങ്ങും യാത്ര ചെലവ് എല്ലാം കൂടി 1 ലക്ഷം രൂപയുടെ യാത്രയ്ക്ക് അദ്ദേഹം നേടിയ ഇവിടെ നിന്ന് മേടിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ നാട്ടിൽ വിറ്റപ്പോൾ 61 ലക്ഷം രൂപ കിട്ടി. 60 ലക്ഷം രൂപ ലാഭം. 60 ലക്ഷം രൂപ 60 ഇരട്ടി പൈസ ലാഭമുള്ള ബിസിനസ്സാണ് ഇന്ത്യയിൽ തുറന്നു കിടക്കുന്നത് എന്നൊരു തോട്ട് വാസ്കോഡ ഗാമയുടെ 1ാം വരവിൽ പോർച്ചുഗീസുകാർക്ക് ഉണ്ടാവുകയാണ്. അതിനുശേഷം ഇന്ത്യയിൽ ഓരോരുത്തരായി വന്നിട്ടുണ്ടായിരുന്നു. നമുക്കിനി വാസ്കോഡ ഗാമയുടെ 2ാം വരവിനെ പറ്റിയിട്ടാണ് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഉള്ളത്. അതിനു മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വാസ്കോഡ ഗാമയ്ക്ക് ശേഷം 1500 കബ്രാൾ എന്ന് പറയുന്നൊരു പുള്ളിക്കാരൻ ഇന്ത്യയിലോട്ട് വന്നു. കൃത്യമായി പറഞ്ഞാൽ അൽവാരിസ് കബ്രാൾ എന്ന് പറയുന്നൊരു പുള്ളി. ഈ പുള്ളിയും സാമൂതിരിയുടെ കോർട്ടിലാണ് എത്തിയത്, അല്ലെങ്കിൽ കാലിക്കറ്റാണ് പുള്ളിക്കാരൻ എന്ത് ചെയ്ത് എത്തിച്ചേർന്നത്. അവിടെ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഐറിസ് കൊറിയ എന്ന് പറയുന്ന പുള്ളിക്കാരൻ എന്ത് ചെയ്യുവാണ്? വാസ്കോഡ ഗാമയും ഐറിസ് കൊറിയ എന്ന് പറയുന്ന പുള്ളിക്കാരൻ അന്നത്തെ സാമൂതിരിയുമായി ഒരു ചർച്ച നടത്തുന്നു. ഈ ചർച്ചയ്ക്ക് ശേഷം സാമൂതിരി ഇവർക്ക് അവിടെ ഒരു ഫാക്ടറിയൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശം കൊടുത്തു. അങ്ങനെ വളരെ സുഖകരമായിട്ട് കാലിക്കട്ടുമായിട്ട് അവരെന്ത് ചെയ്യുവാണ്? കാലിക്കട്ടും പോർച്ചുഗീസ് പ്രതിനിധികളുമായിട്ട് ചർച്ചയൊക്കെ നടത്തി കച്ചവടത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കുന്നു. പക്ഷെ പിന്നീട് അറബികളുമായിട്ടൊരു ഫൈറ്റ് അടക്കുകയും അറബികളെ കൂട്ടുകൊല ചെയ്യുകയും കബ്രാൾ ചെയ്യുന്നതോടുകൂടി രാജാവ് അവരുമായിട്ട് തെറ്റി. കബ്രാളിന് കാലിക്കട്ട് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ കബ്രാളിന് അവിടെ എന്ത് ഓടിപ്പോകേണ്ടതായിട്ട് വന്നു. പോയ അദ്ദേഹം 1500 ഡിസംബർ 25 കാലിക്കറ്റുമായിട്ട് പ്രശ്നമുണ്ടായിരുന്ന കൊച്ചി രാജാവിൻ്റെ കീഴിൽ എന്ത് ചെയ്തു? അഭയം പ്രാപിച്ചു. മനസ്സിലായോ? ഇതോടുകൂടി ഈ കബ്രാളും അറബികളും തമ്മിൽ നടന്ന യുദ്ധവും അതിനെ തുടർന്നുണ്ടായ കൂട്ടക്കൊലകളും പോർച്ചുഗീസുകാരെയും സാമൂതിരിയെയും വലിയ രീതിയിൽ അകറ്റി. അവർ തമ്മിൽ പിന്നീട് ഒരു ബന്ധമില്ലാത്ത രീതിയിൽ ഈ പ്രശ്നത്തിൽ എന്ത് ചെയ്തു? അകറ്റി. ഒപ്പം തന്നെ കബ്രാളിന് അഭയം കൊടുത്ത കൊച്ചി രാജാവിനെയും കോഴിക്കോട്ടിൻ്റെ സാമൂതിരിയും തമ്മിൽ വീണ്ടും ശത്രുത ഉണ്ടാക്കുന്നതിന് കാരണമായി. ഇതായിരുന്നു കബ്രാളിൻ്റെ യാത്രയിൽ ഉണ്ടായത്. ഇനി അടുത്ത് കബ്രാളിന് ശേഷം ഇവിടെ വന്ന പുള്ളിയുടെ പേരായിരുന്നു ജാവോഡ നോവ എന്ന് പറയുന്നത്. ജാവോഡ നോവ എന്ന് അറിയപ്പെടുന്നത്. ഈ 2 പേരുകളൊന്ന് പറഞ്ഞു വയ്ക്കണം. കബ്രാൾ ആദ്യം ഇന്ത്യയിലോട്ട് വരുന്നു. വന്നതിന് ശേഷം ഐറിസ് കൊറിയ എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ നേതൃത്വത്തിൽ സാമൂതിരിയുമായി ചർച്ച നടത്തി സുഖമായിട്ട് പോയി. പിന്നെ അറബികളായിട്ട് അടിയുണ്ടായി. തുടർന്ന് അറബികളെ ഇദ്ദേഹം എന്ത് ചെയ്തു? കൂട്ടക്കൊല ചെയ്തു. സ്വാഭാവികമായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയും കൊച്ചിയിലോട്ട് പോവുകയും കൊച്ചി രാജാവിൻ്റെ കീഴിൽ അഭയം തേടുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും പോർച്ചുഗീസുകാർക്ക് ഇനി കാലിക്കറ്റ് വരാൻ പറ്റാത്ത രീതിയിലോട്ട് ഈ സാഹചര്യം മാറി. ഇനി അഭയം കൊടുത്ത കൊച്ചി രാജാവും ഇവർക്ക് അഭയം കൊടുത്തുകൊണ്ട് കൊച്ചി രാജാവും സാമൂതിരിയും തമ്മിൽ പിന്നീട് എന്ത് ചെയ്യും? പിൽക്കാലത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അതിനുശേഷം കബ്രാളിൽ പോയി. കബ്രാളിന് ശേഷം ജാവോഡ നോവ എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഇന്ത്യയിലോട്ട് വന്നു. സ്വാഭാവികമായിട്ടും ഈ കബ്രാളിൻ്റെയും ജാവോഡ നോവയുടെയും ഇന്ത്യയിലോട്ടുള്ള വരവ് അല്ലെങ്കിൽ കേരളത്തിലോട്ടുള്ള വരവ് എന്ന് പറയുന്നത് അത്ര സുഖകരമായിരുന്നില്ല.
വിചാരിച്ചത്ര ലാഭവും കിട്ടുന്നതായിരുന്നില്ല. ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, സാമൂഹ്യ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. ഈ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വാസ്കോ ഡി ഗാമയെ അന്നത്തെ പോർച്ചുഗീസ് രാജാവായിട്ടുള്ള ഡോം മാനുവൽ ഒന്നും കൂടി ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ് അയക്കുകയാണ് ചെയ്തത്. അങ്ങനെ 1502 1503 ഇടയിൽ 20 കപ്പലുകളുടെ അകമ്പടിയോടുകൂടി വാസ്കോ ഡി ഗാമ ഇന്ത്യയിൽ രണ്ടാമതായി എത്തുന്നു. ഈ കപ്പലുകൾ 2 ടയർ ഷിപ്സ് ആയിരുന്നു. 2 നിലകളുള്ള കപ്പലുകളിലായിരുന്നു ആര് വന്നുകൊണ്ടിരുന്നത്? വാസ്കോ ഡി ഗാമ വന്നുകൊണ്ടിരുന്നത്. മനസ്സിലായോ? ഈ കപ്പലുകൾ തന്നെ ഹെവിലി ആർമഡും ആയിരുന്നു. പീരങ്കികളൊക്കെ ഉള്ള, അതേപോലെ തന്നെ വെപ്പൺസൊക്കെ ഉള്ള, കപ്പലിൽ വെച്ച് തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്ന കടലിൽ വെച്ച് തന്നെ കപ്പലുകൾ ഉപയോഗിച്ച് യുദ്ധം ചെയ്യാൻ പറ്റുന്ന വലിയ കപ്പലുകളിൽ ഒരു യുദ്ധത്തിന് സജ്ജമായിട്ടായിരുന്നു 20 കപ്പലുകളിൽ ആരെത്തുന്നത്? വാസ്കോ ഡി ഗാമ തൻ്റെ രണ്ടാമത്തെ പര്യടനത്തിൽ ഇന്ത്യയിലോട്ട് എത്തുന്നത്. വന്ന അദ്ദേഹം തദ്ദേശ ഭരണാധികാരികളുമായും അറബി വ്യാപാരികളുമായും കണ്ടിന്യൂസ് ആയിട്ട് യുദ്ധത്തിലേർപ്പെട്ടു. ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളിൽ പോർച്ചുഗീസ് ആധിപത്യം കൊണ്ടുവരുന്നതിന് രണ്ടാമത്തെ പര്യടനത്തിൽ ആർക്ക് സാധിച്ചു? വാസ്കോ ഡി ഗാമയ്ക്ക് സാധിച്ചു. ഒപ്പം തന്നെ ഈ യുദ്ധത്തിൽ പിടിച്ചെടുത്ത പല രാജ്യങ്ങളിലും അല്ലെങ്കിൽ പിടിച്ചെടുത്ത പല നാട് പ്രദേശങ്ങളിലും ഈ വാണിജ്യ കരാറുകളിലും വാണിജ്യ ഉടമ്പടികളും അവരെ കൊണ്ട് നിർബന്ധിച്ച് ഒപ്പുവയ്ക്കുന്നതിനും വാസ്കോ ഡി ഗാമയ്ക്ക് ഈ രണ്ടാമത്തെ പര്യടനം കൂടെ സാധിക്കുകയാണ് ചെയ്തത്. ഒപ്പം തന്നെ പിൽക്കാലത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അടിത്തറ പാകിയ, അല്ലെങ്കിൽ ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അടിത്തറ പാകുന്നതിന് കാരണമായിട്ടുള്ള കാഡ്സ് എന്ന് പറയുന്നൊരു സംവിധാനം. കാഡ്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഏതെങ്കിലും ഒരു ഷിപ്പ് പോവുകയാണെങ്കിൽ പോർച്ചുഗീസുകാരുടെ ഒരു പാസ് ഉണ്ടെങ്കിൽ അവർ കടത്തിവിടത്തുള്ളൂ. അല്ലെങ്കിൽ ആ കപ്പലിനെ കടലിൽ മുക്കിക്കളയുകയോ അല്ല എങ്കിൽ അതിലുള്ള ആൾക്കാരെ ബന്ദികളായിട്ട് പിടിച്ചെടുത്ത് കപ്പലിനെ പിടിച്ചെടുക്കുകയോ ചെയ്യുന്നൊരു സംവിധാനമാണ് കാഡ്സ് എന്ന് പറയുന്ന സാധനം. ഈ വാസ്കോ ഡി ഗാമ രണ്ടാമത്തെ പര്യവേഷണത്തിൽ വന്നതിന് ശേഷം, രണ്ടാമത്തെ പര്യടനത്തിൽ ഇന്ത്യയിലോട്ട് വന്നതിന് ശേഷം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ആധിപത്യം ഉറപ്പിച്ച് ഈ കാഡ്സ് എന്ന് പറയുന്ന സാധനം അൺഒഫീഷ്യലി എന്ത് ചെയ്യുമായിരുന്നു? അൺഒഫീഷ്യലി ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് ചെയ്തത്. പിൽക്കാലത്തായിരുന്നു ഇത് ഒഫീഷ്യലി ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുന്നത്. പക്ഷേ അൺഒഫീഷ്യലി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഈ സമയത്തായിരുന്നു. വാസ്കോ ഡി ഗാമയുടെ രണ്ടാം പര്യടനം എന്തും കൂടി ചെയ്തു? ബ്രിട്ടീഷുകാർക്ക് ഒരു ആധിപത്യം ഉറപ്പിക്കുന്നതിന്, പിൽക്കാലത്ത് ഒരു സാമ്രാജ്യം എല്ലാം കെട്ടിപ്പടുത്തുന്നതിനുള്ള ഒരു അടിത്തറ പാകുവാണ് ചെയ്തു വെച്ചത്. ഇനി നമുക്ക് മൂന്നാമത് പഠിക്കേണ്ടത്, ഇനി അദ്ദേഹം ഒരിക്കൽ കൂടി ഇന്ത്യയിലോട്ട് വരുന്നുണ്ട്. മൂന്നാമതാണ് അദ്ദേഹം ഇന്ത്യയിലോട്ട് വരുന്നത്. ഈ മൂന്നാമത് വരുന്ന കാര്യത്തിലും കൂടി പഠിച്ചിട്ട് നമുക്ക് വാസ്കോ ഡി ഗാമ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ 3 വരവുകളെ പറ്റിയിട്ട് എന്ത് ചെയ്യാം? പഠിച്ചങ്ങ് അവസാനിപ്പിക്കാം. അദ്ദേഹം മൂന്നാമത് വരുന്നത് 1524 അദ്ദേഹം മൂന്നാമത് വരുന്നത്. ഇന്ത്യയിൽ ശക്തരായിട്ടുള്ള പോർച്ചുഗീസ് വൈസ്രോയിമാർ ഇദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പര്യടനത്തിന് ശേഷം ഇവിടെ ഉണ്ടായിരുന്നു. അൽമേഡ, അൽബുക്കർക്ക്, ഇങ്ങനെയുള്ള ആൾക്കാർ. പക്ഷേ ഈ ശക്തരായിട്ടുള്ള 1-2 ആൾക്കാരെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് വന്ന എല്ലാവരും തന്നെ അശക്തരായിട്ടുള്ള ആൾക്കാരായിരുന്നു. അവർക്ക് ഇവിടെ ബ്രിട്ടീഷ് സാമ്രാജ്യം വിപുലമാക്കുന്നതിനോ കൂടുതൽ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നതിനോ സാധിച്ചിരുന്നില്ല. എന്നാൽ വലിയ രീതിയിലുള്ള അഴിമതി അവരുടെ ഭാഗത്ത് നടന്നിരുന്നു. ഇതിനെല്ലാം തടയുന്നതിന് വേണ്ടിയിട്ടായിരുന്നു 1524 വാസ്കോ ഡി ഗാമയെ എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിലോട്ട് അയക്കുന്നത്. വാസ്കോ ഡി ഗാമയുടെ പ്രധാന ഉദ്ദേശം പോർച്ചുഗീസുകാർക്ക് ഇടയിൽ ഇന്ത്യയിലുണ്ടായിരുന്ന അഴിമതി തടയുക എന്നതായിരുന്നു. പക്ഷേ അദ്ദേഹം 1524 കൊച്ചിയിൽ വെച്ച് മരണപ്പെട്ടു. 1524 ഡിസംബർ 24 കൊച്ചിയിൽ വെച്ച് മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സെൻറ്റ് ഫ്രാൻസിസ് പള്ളി, ഫോർട്ട് കൊച്ചിയിലുള്ള സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിലാണ് അടക്കം ചെയ്തിട്ടുള്ളത്. പിന്നീട് 1539 ലിസ്ബണിലെ ജെറോണിമോസ് കത്തീഡ്രലിൽ ഈ ഭൗതിക അവശിഷ്ടങ്ങളെ കൊണ്ടുപോവുകയും അവിടെ ഇതിനെ വീണ്ടും സംസ്കരിക്കുകയും ചെയ്തു. ഇന്ത്യയിൽ വാസ്കോ ഡി ഗാമ എന്ന ഒരു സ്ഥലമുണ്ട്. ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഗോവ എന്ന പ്രദേശത്താണ് വാസ്കോ ഡി ഗാമ എന്ന ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇനി വാസ്കോ ഡി ഗാമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സാധനങ്ങളും കൂടി നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇതും കൂടി പഠിച്ച് നമ്മൾ വാസ്കോ ഡി ഗാമ എന്ന് പറയുന്ന ടോപ്പിക്, അല്ലെങ്കിൽ വാസ്കോ ഡി ഗാമ എന്ന് പറയുന്ന സാധനം ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പറ്റാവുന്ന രീതിയിൽ നമ്മൾ പഠിച്ച് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ പോയിന്റാണ് പെറോ ഡി കോബിൽഹ എന്ന് പറയുന്നത്. പെറോ ഡി കോബിൽഹ എന്ന് പറയുന്നത് വാസ്കോ ഡി ഗാമയ്ക്ക് മുന്നേ തന്നെ ഇന്ത്യയിൽ എത്തിയിരുന്ന പോർച്ചുഗീസുകാരുടെ പേരാണ് പെറോ ഡി കോബിൽഹ എന്ന് പറയുന്നത്. ഡൗട്ടായി. വാസ്കോ ഡി ഗാമയല്ല ആദ്യം ഇന്ത്യയിൽ എത്തിയെന്ന് പറയുന്നത്. വാസ്കോ ഡി ഗാമ കടൽ മാർഗമാണ് എത്തിയത്. ഇദ്ദേഹം എത്തിയത് കരയിലൂടെയാണ്. കരയിലൂടെ ഇന്ത്യയിൽ ആദ്യമായി എത്തിയ പോർച്ചുഗീസുകാരനായിരുന്നു പെറോ ഡി കോബിൽഹ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത പഠിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് അബ്ദുൾ മജീദ് എന്ന് പറയുന്ന വ്യക്തിയെ പറ്റിയിട്ടാണ് നമ്മൾ അടുത്ത് പഠിക്കേണ്ടത്. അബ്ദുൾ മജീദ് എന്ന് പറയുന്നത് വാസ്കോ ഡി ഗാമയെ ഇന്ത്യയിൽ എത്തിക്കാൻ സഹായിച്ച ഗുജറാത്തി വ്യാപാരിയുടെ പേരാണ് അബ്ദുൾ മജീദ്. ഇന്ത്യൻ സമുദ്രങ്ങളുടെ അധിപതി എന്ന് പോർച്ചുഗീസ് രാജാവ് വിശേഷിപ്പിച്ച നാവികനായിരുന്നു ആരെന്ന് പറയുന്നത്? വാസ്കോ ഡി ഗാമ എന്ന് പറയുന്നത്.
ഇന്ത്യൻ സമുദ്രങ്ങളുടെ സുപ്രീം കമാൻഡർ എന്നോ കമാൻഡർ ഇൻ ചീഫ് എന്നോ ഇദ്ദേഹത്തിനെ അറിയപ്പെടുന്നുണ്ട്. 1519 കൗണ്ട് ഓഫ് വിഡേഗര എന്ന പദവി പോർച്ചുഗീസ് രാജാവ് ആർക്ക് നൽകുന്നു? ഇദ്ദേഹത്തിന് നൽകുന്നു, വാസ്കോഡ ഗാമയ്ക്ക് നൽകുന്നു. അതോടുകൂടി ഇദ്ദേഹം ഒരു ഫിഡാൽഗോ ആയി മാറി. ഈ ഫിഡാൽഗോ എന്ന് പറയുന്നത് ഒരു പ്രഭു അല്ലെങ്കിൽ ഒരു പോർച്ചുഗലിൽ കിട്ടുന്ന ഒരു പ്രത്യേക സ്ഥാനപ്പേരാണ് എന്തെന്ന് പറയുന്നത് ഫിഡാൽഗോ എന്ന് പറയുന്നത്. ഓക്കെ, ഇദ്ദേഹം എത്തിച്ചേരുന്നത് കോഴിക്കോട് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇദ്ദേഹം 1498 മെയ് 20 ഇദ്ദേഹം ഇന്ത്യയിൽ എത്തിച്ചേരുന്നത് കോഴിക്കോടുള്ള ചേമഞ്ചേരി പഞ്ചായത്തിലെ പന്തലായനി ബീച്ചിലായിരുന്നു. പന്തലായനി ബീച്ചിലെ കാപ്പാട് തുറമുഖത്തായിരുന്നു ഇദ്ദേഹം എത്തിച്ചേരുന്നത്. മനസ്സിലായോ? വാസ്കോഡ ഗാമ 1498 മെയ് 20 എത്തിച്ചേരുന്നത് കോഴിക്കോട് ജില്ലയിലെ ചേമഞ്ചേരി പഞ്ചായത്തിലെ പന്തലായനി ബീച്ചിൻ്റെ അടുത്തുള്ള എവിടെയായിരുന്നു? കാപ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത് ആയിരുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത്, നമ്മൾ പറഞ്ഞില്ലേ 1500 കബ്രാൾ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ ഇന്ത്യയിലോട്ട് എത്തിയെന്ന് അറിയില്ല. വാസ്കോഡ ഗാമ ഒന്നാമത് വന്നതിന് ശേഷം കബ്രാൾ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ ഇന്ത്യയിലോട്ട് എത്തി എന്ന് നമ്മൾ എന്ത് ചെയ്തു? പറഞ്ഞു വെച്ചു. ആ കബ്രാളിനെ പറ്റിയിട്ടാണ് നമുക്ക് ഇനി എന്ത് ചെയ്യാനുള്ളത്? പഠിക്കാൻ വേണ്ടിയിട്ട് ഉള്ളത്. ഇന്ത്യയിലോട്ട് അല്ലെങ്കിൽ കേരളത്തിലോട്ട് രണ്ടാമതെത്തുന്ന പോർച്ചുഗീസ് നാവികനായിരുന്നു പെട്രോ അൽവാരിസ് കബ്രാൾ എന്ന് പറയുന്നത്. ഇദ്ദേഹം 6 കപ്പലുകളിൻ്റെ അകമ്പടിയോടുകൂടിയായിരുന്നു ഇന്ത്യയിലെത്തിയത്. 1500 കോഴിക്കോടായിരുന്നു ഇദ്ദേഹം എത്തിച്ചേർന്നത്. ഇദ്ദേഹത്തിൻ്റെ പര്യവേഷണത്തിൽ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ യാത്രയിൽ ഇദ്ദേഹം അബദ്ധത്തിൽ കണ്ടെത്തിയ ഒരു രാജ്യമായിരുന്നു ബ്രസീൽ എന്ന് പറയുന്നത്. അഥവാ ബ്രസീലിനെ കണ്ടെത്തിയ പോർച്ചുഗീസ് നാവികൻ്റെ പേരാണ് പെട്രോ അൽവാരിസ് കബ്രാൾ എന്ന് അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിനെയും കോഴിക്കോടത്തെ സാമൂതിരി സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. അന്ന് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഐറിസ് കൊറിയ. കബ്രാളും ഐറിസ് കൊറിയയും സാമൂതിരിയുമായി നടത്തിയ ചർച്ചയിൽ ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് ഫെറ്റോറിയാസ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി കോഴിക്കോട് സാമൂതിരി കൊടുത്തു. ഈ ഫെറ്റോറിയാസ് എന്ന് പറയുന്ന ട്രേഡ് പോസ്റ്റ് ആണ്, അഥവാ ഫാക്ടറീസ് ആണ്. അപ്പോൾ ഇങ്ങനെ പറയാം, ഇന്ത്യയിൽ ആദ്യമായിട്ട് പോർച്ചുഗീസ് ഫാക്ടറി സ്ഥാപിക്കപ്പെടുന്ന സ്ഥലമായിരുന്നു ഏതെന്ന് പറയുന്നത് കാലിക്കട്ട് എന്ന് പറയുന്നത്. അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള പോർച്ചുഗീസ് നാവികനായിരുന്നു ആരെന്ന് പറയുന്നത് പെട്രോ അൽവാരിസ് കബ്രാൾ എന്നും പറയുന്നത്. ഓക്കെ അല്ലയോ? രണ്ടാമത്, ഇദ്ദേഹം ഇവിടെ ഫാക്ടറി സ്ഥാപിക്കുകയും വ്യാപാര സാധനങ്ങൾ കളക്ട് ചെയ്യുകയും ചെയ്യുന്നതോടുകൂടി കോഴിക്കോട് നിന്ന് യഥേഷ്ടം കച്ചവടം അതുവരെ നടത്തിയിരുന്ന അറബികളുമായിട്ട് ശത്രുത നേരിടേണ്ടതായിട്ട് വന്നു. പിന്നീട് ഇതൊരു യുദ്ധത്തിലോട്ട് പോയി. യുദ്ധത്തെ തുടർന്ന് കബ്രാളിൻ്റെ നേതൃത്വത്തിലുള്ള പോർച്ചുഗീസ് സഖ്യം കടലിലുണ്ടായിരുന്ന അറബി കപ്പലുകളെയും ഒപ്പം തന്നെ അറബികളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെയും ക്രൂരമായി കൊന്നുകളഞ്ഞു. സ്വാഭാവികമായിട്ട് നാട്ടുകാർ കബ്രാളിനെതിരെ തിരിയുകയും കബ്രാളിനെതിരെ വലിയ രീതിയിലുള്ള ആക്രമണം നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് കോഴിക്കോട് ഉണ്ടാവുകയും ചെയ്തു. കോഴിക്കോട് നിൽക്കാൻ പറ്റാത്ത അദ്ദേഹം 1500 കൊച്ചിയിലോട്ട് രക്ഷപ്പെട്ടു. അന്ന് കൊച്ചി എന്ന് പറയുന്നത് സാമൂതിരിയുടെ സാമന്ത രാജാവായിരുന്നു. പക്ഷേ കൊച്ചി ആർക്ക് സപ്പോർട്ട് കൊടുത്തു? കബ്രാളിന് സപ്പോർട്ട് കൊടുക്കുന്നതോടുകൂടി സാമൂതിരി കൊച്ചിയെ ശത്രുവായി കാണുകയാണ് ചെയ്തത്. കൊച്ചി രാജാവ് മാത്രമായിരുന്നില്ല കബ്രാളിന് സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞത്. അന്നത്തെ കൊല്ലത്തെയും ഒപ്പം തന്നെ കണ്ണൂരിൻ്റെയും ഭരണാധികാരികൾ കബ്രാളിന് സഹായവുമായി ഫ്രണ്ടിലോട്ട് വരികയായിരുന്നു. കൊച്ചിയിലെത്തി അദ്ദേഹം കൊച്ചിയിൽ നിന്ന് സാധനങ്ങളെല്ലാം മേടിച്ച് നേരെ പോയത് ഈ സഹായം ചെയ്യാമെന്ന് പറഞ്ഞ കണ്ണൂർ രാജാവിൻ്റെ അടുത്തോട്ടായിരുന്നു, അഥവാ കോലോത്തിരിയുടെ അടുത്തോട്ടായിരുന്നു. അവിടെ നിന്ന് സാധനങ്ങളെല്ലാം ഷിപ്പിൽ കയറ്റി അദ്ദേഹം 1501 പോർച്ചുഗലിലോട്ട് മടങ്ങി. അടുത്ത് നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട വ്യക്തിത്വം എന്ന് പറയുന്നത് അൽഫോൺസ ഡി അൽമേഡയെ പറ്റിയിട്ടാണ്. അൽഫോൺസ ഡി അൽമേഡ എന്ന് പറയുന്ന പുള്ളിക്കാരിലോട്ട് എത്തുമ്പോഴത്തേക്കും എന്തായി? പോർച്ചുഗീസ് സാമ്രാജ്യം ഇന്ത്യയിൽ ഉയർത്തപ്പെട്ടു തുടങ്ങിയിരുന്നു. അഥവാ ഇന്ത്യയിൽ ആദ്യമായിട്ട് വൈസ്രോയി ആയിട്ട് വരുന്ന ആളായിരുന്നു ഫ്രാൻസിസ്കോ ഡി അൽമേഡ എന്ന് പറയുന്നത്. 1505 ആയപ്പോഴത്തേക്കും പോർച്ചുഗീസുകാർക്ക് സ്വാധീനമുണ്ടായിരുന്ന പ്രദേശങ്ങളിലെ വൈസ്രോയി ആയി ആദ്യമായിട്ട് നിയമിക്കുന്ന ആളായിരുന്നു ഫ്രാൻസിസ്കോ ഡി അൽമേഡ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ പറ്റിയിട്ട് പഠിക്കാം. ഇദ്ദേഹത്തിൻ്റെ കാലയളവ് എന്ന് പറയുന്നത് 1505 മുതൽ 1909 വരെയായിരുന്നു. 1505 മാനുവൽ കിങ് ഒന്നാമൻ അഥവാ ഡോം മാനുവൽ ഒന്നാമൻ്റെ നിർദ്ദേശപ്രകാരം ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ആയിട്ട് അധികാരത്തിലെത്തിയ ആളായിരുന്നു ഫ്രാൻസിസ്കോ ഡി അൽമേഡ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലായിരുന്നു 1505 കണ്ണൂരിലെ ഏഞ്ചലോസ് കോട്ട നിർമ്മിക്കപ്പെടുന്നത്. ഇദ്ദേഹത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നാവിക മേധാവിത്വം ഉറപ്പാക്കുക എന്നുള്ളതായിരുന്നു. ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു ഭൂപ്രദേശത്ത് ഒരുപാട് കോട്ടകൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ ആധിപത്യം കിട്ടില്ല എന്ന് അദ്ദേഹം പൂർണ്ണമായും വിശ്വസിച്ചിരുന്നു. ഇന്ത്യയുടെ ആധിപത്യം കിട്ടണമെങ്കിൽ
ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ആധിപത്യം നേടുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇതിനു വേണ്ടിയിട്ട് അദ്ദേഹം അവതരിപ്പിച്ച നയങ്ങളിലൊന്നായിരുന്നു ഒന്ന് നീലജല നയം അഥവാ ബ്ലൂ വാട്ടർ പോളിസി. ബ്ലൂ വാട്ടർ പോളിസി ഈ ബ്ലൂ വാട്ടർ പോളിസി എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആധിപത്യം ഉറപ്പിക്കുന്നതിന് വേണ്ടി ഇംപ്ലിമെന്റ് ചെയ്തൊരു പോളിസിയായിരുന്നു. കാർഡ്സ് എന്ന് പറയുന്ന നാവിക വ്യാപാര ലൈസൻസിങ്ങും അവതരിപ്പിച്ചത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലായിരുന്നു. നമ്മൾ വാസ്കോഡ ഗാമയുടെ കാര്യം പറഞ്ഞു. അൺഒഫീഷ്യലി അദ്ദേഹം അവതരിപ്പിച്ച സാധനം ഒഫീഷ്യലി ആരുടെ സമയത്ത്, അൽമേഡയുടെ സമയത്ത് അവതരിപ്പിക്കപ്പെടുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ഇത്രയും ഇവിടെ നമ്മൾ പറഞ്ഞു വെച്ചത് നാവിക മേധാവിത്വം ഉറപ്പാക്കുക എന്നുള്ളതായിരുന്നു അൽമേഡയുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം നടപ്പിലാക്കിയ 2 നയങ്ങളായിരുന്നു. ഒന്ന് ബ്ലൂ വാട്ടർ പോളിസി, രണ്ടാമത്തേത് കാർഡ്സ് എന്ന നാവിക വ്യാപാര ലൈസൻസും. ഓക്കെ അല്ലേ? ഈ 2 വ്യവസ്ഥയിലൂടെ കടൽ വ്യാപാരത്തിന്റെ കുത്തക പോർച്ചുഗീസുകാർ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉറപ്പാക്കുകയാണ് ചെയ്തത്. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഇദ്ദേഹം 2 യുദ്ധങ്ങൾ നേരിട്ടിരുന്നു. അതിലൊരു പ്രധാനപ്പെട്ട യുദ്ധമായിരുന്നു ചൗൾ യുദ്ധം. 1808 ചൗൾ യുദ്ധം. 1808 ചൗൾ യുദ്ധത്തിന് നേതൃത്വം കൊടുത്തത് ഇദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ഡോം ലോറൻസോ ഡി അൽമേഡ എന്ന വ്യക്തിയായിരുന്നു. പക്ഷേ ചൗൾ യുദ്ധത്തിൽ ഡോം ലോറൻസോ ഡി അൽമേഡ എന്ന വ്യക്തി മരണപ്പെട്ടു. ഇദ്ദേഹത്തിനെ പരാജയപ്പെടുത്തുന്നത് ഈജിപ്തിലെ മാംലൂക്ക് സുൽത്താനേറ്റും ഗുജറാത്ത് സുൽത്താനേറ്റും ഒപ്പം തന്നെ കോഴിക്കോട് സാമൂതിരിയും അറബി വ്യാപാരികളും അടങ്ങുന്ന സംയുക്ത സൈന്യത്തിന്റെ കൂടെയായിരുന്നു. പോർച്ചുഗീസ് സൈന്യം ഇന്ത്യയെ പരാജയപ്പെടുകയും ലോറൻസോ ഡി അൽമേഡ മരണപ്പെടുകയും ചെയ്തു. ഇതിന് പകരം വീട്ടുന്നതിന് വേണ്ടിയിട്ട് ഫ്രാൻസിസോ ഡി അൽമേഡ തയ്യാറായി. അദ്ദേഹം 1809 ഫെബ്രുവരി 3 ദിയു യുദ്ധത്തിൽ സമാന സൈന്യത്തിനെ എന്ത് ചെയ്യുവാണ്, നേരിടുകയാണ്. നേരിട്ട് ഈ സമാന സൈന്യത്തിനെ ഫ്രാൻസിസ്കോ ഡി അൽമേഡ പരാജയപ്പെടുത്തി എല്ലാവരെയും ഇന്ത്യയിൽ നിന്ന് തുരത്തി. ഈ സമയത്ത് ഈ വെനീഷ്യൻ വ്യാപാരികൾ എന്ന് പറയുന്ന ഒരു വ്യാപാരികൾക്ക് കോഴിക്കോടുമായിട്ട് കച്ചവട ബന്ധമുണ്ടായിരുന്നു. കച്ചവട ബന്ധമുണ്ടായിരുന്ന ഇവരും സാമൂതിരിയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വെനീഷ്യസിന്റെ സപ്പോർട്ട് കൊണ്ടൊന്നും ആർക്ക് വിജയിക്കാൻ പറ്റില്ല, സാമൂതിരിയുടെ സഖ്യത്തിന് വിജയിക്കാൻ പറ്റിയിരുന്നില്ല. അൽമേഡ എല്ലാവരെയും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് തുരത്തി. ഇതിൽ ഓട്ടോമാൻ എംപയറും ഒപ്പം തന്നെ ഈജിപ്ഷ്യന്മാരും സമുദ്രത്തിൽ നിന്ന്, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് അവരുടെ ആധിപത്യം ഉപേക്ഷിച്ച് പോകുന്നതിന് വരെ എന്ത് കാരണമായി? ഈ യുദ്ധം അല്ലെങ്കിൽ ദിയു യുദ്ധം 1809 ഫെബ്രുവരി 3 നടന്ന ദിയു യുദ്ധം കാരണമായി. ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി പറയുവാണ്. കിങ് മാനുവൽ ഒന്നാമനായിരുന്നു ഫ്രാൻസിസ്കോ ഡി അൽമേഡയെ ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയായി നിയമിച്ച് ഇങ്ങോട്ട് വിടുന്നത്. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലായിരുന്നു 1805 കണ്ണൂരിലെ സെയിന്റ് ഏഞ്ചലോ കോട്ട നിർമ്മിക്കപ്പെടുന്നത്. ഇദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ആധിപത്യം നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഇദ്ദേഹം ഇംപ്ലിമെന്റ് ചെയ്ത 2 പോളിസികളായിരുന്നു. ഒന്ന് നീല ജലനയം അഥവാ ബ്ലൂ വാട്ടർ പോളിസി, രണ്ടാമത്തേത് കാർഡ്സ് എന്ന നാവിക വ്യാപാര ലൈസൻസിങ് എന്നിവ. ഈ 2 സാധനങ്ങൾ അവതരിപ്പിക്കുന്നതോടുകൂടി കടൽ വ്യാപാരത്തിന്റെ കുത്തക, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കടൽ വ്യാപാരത്തിന്റെ കുത്തക പോർച്ചുഗീസുകാർ ഉറപ്പിച്ചു. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ 2 യുദ്ധങ്ങൾ ഇദ്ദേഹം നേരിടേണ്ടതായിട്ട് വന്നു. അതിലൊന്നായിരുന്നു ചൗൾ യുദ്ധം എന്ന് പറയുന്നത്. 1808 ചൗൾ യുദ്ധത്തിൽ ഈജിപ്തിലെ മാംലൂക്ക് സുൽത്താനേറ്റിന്റെയും ഗുജറാത്ത് സുൽത്താൻമാരുടെയും കോഴിക്കോട്ടെ സാമൂതിരിമാരുടെയും അറബി വ്യാപാരികളുടെയും സംയുക്ത സൈന്യം ഡോം ലോറൻസ് ഡി അൽമേഡ എന്ന അദ്ദേഹത്തിന്റെ മകന്റെ മരണത്തിന് കാരണമാക്കി. ഈ യുദ്ധത്തിന് പകരം വീട്ടുന്നതിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു ദിയു യുദ്ധം. 1809 ഫെബ്രുവരി 3 ഈ യുദ്ധം നടന്നത്. ഫ്രാൻസിസ്കോ ഡി അൽമേഡ നേതൃത്വത്തിലുള്ള ഫ്രഞ്ച് സൈന്യം നേരത്തെ പറഞ്ഞ സംയുക്ത സൈന്യത്തിനെ പരാജയപ്പെടുത്തി. രണ്ടാമത്തെ യുദ്ധത്തിൽ, ദിയു യുദ്ധത്തിൽ വെനീഷ്യസിലെ വ്യാപാരിമാരെ സാമൂതിരിയായിരുന്നു സപ്പോർട്ട് ചെയ്തിരുന്നത്. പക്ഷെ ആ സപ്പോർട്ടൊന്നും യുദ്ധവിജയത്തിലോട്ട് നയിച്ചിരുന്നില്ല. ദിയു യുദ്ധത്തിന് ശേഷം ഓട്ടോമന്മാരും ഈജിപ്ഷ്യന്മാരും ഇന്ത്യൻ മഹാസമുദ്രം വിടുന്നതിന് കാരണമായി. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഫ്രാൻസിസ്കോ ഡി അൽമേഡയിൽ പഠിച്ചു മാറ്റിയത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് രണ്ടാമത്തെ അതിശക്തനായിട്ടുള്ള റൂളറായ, രണ്ടാമത്തെ അതിശക്തനായിട്ടുള്ള വൈസ്രോയി ആയിട്ടുള്ള ആരെ പറ്റിയിട്ടാണ്? അൽഫോൺസോ ഡി അൽബുക്കറക്കിനെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. ഇന്ത്യയിലെ രണ്ടാമത്തെ ഗവർണർ അല്ലെങ്കിൽ വൈസ്രോയായി നിയമിതനായ ഇദ്ദേഹം പിൽക്കാലത്ത് ഗോവയിലെ ഡ്യൂക്കുമായി മാറി. ഏഷ്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തിയായിരുന്നു ആരെന്ന് പറയുന്നത്? അൽബുക്കറക്ക് എന്ന് അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിന്റെ പ്രധാന ദൗത്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ മേലുള്ള ആധിപത്യം സ്ഥാപിക്കുക എന്നതും ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ മേലുള്ള ആധിപത്യം സ്ഥാപിക്കുക എന്നുള്ളതും സുഗന്ധ വ്യാപാരത്തിന്റെ കുത്തക നേടിയെടുക്കുക എന്നുള്ളതുമായിരുന്നു അൽബുക്കറക്കിന്റെ ലക്ഷ്യങ്ങളെന്ന് പറയുന്നത്. ഒന്നും കൂടി, പോർച്ചുഗീസിലെ രണ്ടാമത്തെ ഗവർണറായിരുന്നു അൽബുക്കറക്ക് എന്ന് പറയുന്നത്. ഇദ്ദേഹം പിന്നീട് ഗോവയിലെ ഡ്യൂക്കായി മാറി. ഗോവയിലെ ഭരണാധികാരികൾ എന്ന പേരിലാണ് ഈ ഡ്യൂക്ക് എന്ന് പറയുന്ന പദം യൂസ് ചെയ്യുന്നത്. ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? അൽഫോൺസോ ഡി അൽബുക്കറക്ക് എന്ന് പറയുന്നത്. മുസ്ലിങ്ങൾക്ക് മേലുള്ള ആധിപത്യം സൃഷ്ടിക്കലും സുഗന്ധ വ്യാപാരത്തിന്റെ കുത്തക നേടലും ആയിരുന്നു ആരുടെ ലക്ഷ്യങ്ങളെന്ന് പറയുന്നത്? അൽബുക്കറക്കിന്റെ ലക്ഷ്യങ്ങളെന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട 3 നേട്ടങ്ങൾ: 1 ഗോവ പിടിച്ചെടുത്തു, 2 മലാക്ക പിടിച്ചെടുത്തു, 3 ഹോർമസ് പിടിച്ചെടുത്തു. ഇതിൽ
ഗോവ പിടിച്ചെടുക്കുന്നത് ഇദ്ദേഹം ബിജാപൂർ സുൽത്താനായിട്ടുണ്ടായിരുന്ന ഇസ്ലാമിൽ ആദിൽ ഷായുടെ കയ്യിൽ നിന്നായിരുന്നു. ബിജാപൂർ സുൽത്താനായിട്ടുള്ള ഇസ്ലാമിൽ ആദിൽ ഷായുടെ കയ്യിൽ നിന്നായിരുന്നു അൽബുക്കർക്ക് ഗോവ പിടിച്ചെടുക്കുന്നത്. ഇതിനായി അദ്ദേഹത്തിനെ സഹായിച്ച വിജയനഗര രാജാവിൻ്റെ പേരായിരുന്നു കൃഷ്ണദേവരായരായിരുന്നു ഇതിനായി അൽബുക്കർക്കിനെ സഹായിച്ചത്. ഒന്ന് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ വിജയനഗര ചക്രവർത്തിയായിട്ടുള്ള കൃഷ്ണദേവരായരുടെ സഹായത്തോടു കൂടി ബിജാപൂർ സുൽത്താനേറ്റിന്റെ കയ്യിൽ നിന്നും, അഥവാ ബിജാപൂരിലെ അന്നത്തെ രാജാവായിട്ടുണ്ടായിരുന്ന ഇസ്ലാമിൽ ആദിൽ ഷായുടെ കയ്യിൽ നിന്നും ഗോവ ആര് പിടിച്ചെടുക്കുന്നു? അൽബുക്കർക്ക് പിടിച്ചെടുക്കുന്നു. അതുപോലെ ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള പ്രധാന വ്യാപാര പഥമായിട്ടുള്ള മലാക്ക 1511 പിടിച്ചെടുത്ത് പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ കീഴിലോട്ട് കൊണ്ടുവരുന്നതും അൽബുക്കർക്ക് ആയിരുന്നു. പേർഷ്യൻ ഗൾഫിന്റെ പ്രവേശന കവാടമായിട്ടുണ്ടായിരുന്ന ഹോർമസിനെ പിടിച്ചെടുത്ത് 1515 ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ കൂടെ ചേർക്കുന്നതും ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിനെ പറ്റി പരിശോധിക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ ആദ്യകാല പ്രവർത്തനങ്ങളിലൊന്ന് കോഴിക്കോട്ടിലെ സാമൂതിരിയെ ആക്രമിക്കുക എന്നുള്ളതായിരുന്നു. കണ്ടിന്യൂസ് ആക്രമണങ്ങളെ തുടർന്ന് 1513 സാമൂതിരിയുമായി ഒരു സമാധാന ഉടമ്പടിയിൽ ഇദ്ദേഹം എന്ത് ചെയ്തു? ഒപ്പുവെച്ചു. ഈ സമാധാന ഉടമ്പടി പ്രകാരം പോർച്ചുഗീസുകാർക്ക് കാലിക്കറ്റ് ഇഷ്ടാനുസരണം കോട്ടകൾ കെട്ടുന്നതിനുള്ള അനുമതി ലഭ്യമായി. പോർച്ചുഗീസുകാർക്ക് ഇവിടുത്തെ സാമൂതിരിയുടെ ഭാഗത്തു നിന്നുണ്ടായ ചെറുത്തുനിൽപ്പിനെ തുടർന്ന് വലിയ സാമ്പത്തിക നഷ്ടം വന്നിട്ടുണ്ട് എന്നും സാമൂതിരിക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന കസ്റ്റംസ് ഡ്യൂട്ടിയുടെ ഒരു ഭാഗം പോർച്ചുഗീസിലെ രാജാവിന് കപ്പമായി കൊടുക്കണമെന്നും ഈ സമാധാന ഉടമ്പടിയിൽ എന്തുണ്ടായിരുന്നു? ഒരു ക്ലോസ് ഉണ്ടായിരുന്നു. ഇത് സാമൂതിരിയെ സംബന്ധിച്ചിടത്തോളം വലിയ മാനക്കേട്, വലിയ മാനനഷ്ടം ഉണ്ടാക്കിയ ഒരു സാധനമായിരുന്നു. ഒപ്പം തന്നെ തദ്ദേശ ഭരണാധികാരികളുമായിട്ടുണ്ടായിരുന്ന യുദ്ധത്തിൽ തദ്ദേശ ഭരണാധികാരികൾ ആക്രമിക്കുക അല്ലെങ്കിൽ തദ്ദേശ ഭരണാധികാരികളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും യുദ്ധത്തിൽ കാലിക്കറ്റ് പോവുകയാണ് എങ്കിൽ അല്ലെങ്കിൽ സാമൂതിരി പോവുകയാണെങ്കിൽ സാമൂതിരിക്ക് സഹായം പോർച്ചുഗീസ് നൽകും എന്നൊരു ക്ലോസും ഉണ്ടായിരുന്നു. ഇത് സാമൂതിരിയെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമായിരുന്നു. ഒന്നുകൂടി, ആദ്യകാല പ്രവർത്തനങ്ങളിൽ അൽബുക്കർക്കിന്റെ ആദ്യകാല പ്രവർത്തനങ്ങളിലൊന്നായിരുന്നു സാമൂതിരിയെ കണ്ടിന്യൂസ് ആയിട്ട് ആക്രമിക്കുക എന്നുള്ളത്. തുടർന്ന് 1513 സാമൂതിരിയുമായിട്ടൊരു സമാധാന ഉടമ്പടിയിൽ ഒപ്പിടാൻ നിർബന്ധരായി. ഇതിൽ പ്രധാനമായിട്ടും വന്നിട്ടുള്ള 3 ക്ലോസുകളായിരുന്നു. പോർച്ചുഗീസുകാർക്ക് കാലിക്കറ്റ് ഇഷ്ടാനുസരണം കോട്ടകൾ പണിയാനുള്ള അവകാശം ലഭിക്കുന്നു. ഒപ്പം തന്നെ വലിയ നഷ്ടം സാമൂതിരി കാരണം പോർച്ചുഗീസുകാർക്കുണ്ടായി. അതുകൊണ്ട് തന്നെ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിന്ന് പിടിച്ചെടുക്കുന്ന അല്ലെങ്കിൽ പോർച്ചുഗീസുകാർ അവരുടെ പോർട്ടിൽ നിന്ന് കളക്ട് ചെയ്യുന്ന കസ്റ്റംസ് ഡ്യൂട്ടിയിലെ ഒരു വിഹിതം കപ്പമായി ആർക്ക് കൊടുക്കണം? പോർച്ചുഗീസുകാർക്ക് സാമൂതിരി കൊടുക്കണം. പിന്നെ തദ്ദേശ ഭരണാധികാരികളുമായി എന്തെങ്കിലും ഒരു യുദ്ധത്തിലോട്ട് കാലിക്കറ്റ് സാമൂതിരി പോവുകയാണെങ്കിൽ ഈ യുദ്ധത്തിൽ പോർച്ചുഗീസുകാർ സാമൂതിരിയെ സഹായിക്കാമെന്നും ഈ ക്ലോസിൽ, ഈ സമാധാന ഉടമ്പടിയിൽ പറഞ്ഞു വയ്ക്കുകയുണ്ടായി. ഇനി ഇദ്ദേഹം ഇന്ത്യയിൽ നൽകിയിട്ടുള്ള അല്ലെങ്കിൽ കേരളത്തിൽ നൽകിയിട്ടുള്ള സംഭാവനകൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്ത്യക്കാരെ കൂടി പോർച്ചുഗീസ് സൈന്യത്തിൻ്റെ ഭാഗമാക്കുകയും ഒപ്പം തന്നെ യൂറോപ്യൻ രീതിയിലുള്ള യുദ്ധം അഭ്യസിപ്പിക്കുകയും ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ചെയ്തു. വിദ്യാഭ്യാസത്തിനായിട്ടുള്ള സ്കൂളുകൾ സ്ഥാപിച്ചത് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ മറ്റൊരു പ്രവൃത്തിയായിരുന്നു. പുതിയ നാണയങ്ങൾ ഇദ്ദേഹം പുറത്തിറക്കി. ഇന്ത്യയിലെ ഒരു യൂറോപ്യൻ റൂളർ ആദ്യമായി സതി നിരോധിക്കുന്നു. ആ സതി നിരോധിച്ച യൂറോപ്യൻ റൂളറായിരുന്നു അൽബുക്കർക്ക്. പോർച്ചുഗീസുകാരുടെ മതനയം എന്ന് പറയുന്നത് കുറച്ച് തീവ്രമായിട്ടുള്ളതായിരുന്നു. പക്ഷേ അൽബുക്കർക്കിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും ആരാധന സ്വാതന്ത്ര്യം നൽകി. ഇന്ത്യയിലെ ആദ്യമായി ഇന്ത്യയിലെ ആദ്യമായി അല്ലെങ്കിൽ ഒരു പോർച്ചുഗീസ് റൂളറിന് അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ റൂളറിന് ആദ്യമായിട്ടാണ് ഏഷ്യയിലെ ഒരു പാരമ്പര്യ പദവി ലഭിക്കുന്നത്. അത് ഇദ്ദേഹത്തിനാണ് ലഭിച്ചത്. ഇദ്ദേഹത്തിന് കഴിച്ച പാരമ്പര്യ പദവിയുടെ പേരായിരുന്നു ഗോവയിലെ ഡ്യൂക്ക് എന്ന് പറയുന്നത്. ഇദ്ദേഹം പോർച്ചുഗീസുകാരുടെ പോലെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ പോർച്ചുഗീസുകാർക്ക് മാനസികമായിട്ടും മറ്റു രീതിയിലും ഒരു സപ്പോർട്ട് നൽകുന്ന ഒരു ജനവിഭാഗത്തിനെ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് പോർച്ചുഗീസ് ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് ഇന്ത്യയിലെ സ്ത്രീകളെ കല്യാണം കഴിക്കുന്നതിന് വേണ്ടിയിട്ടും കൂടുതൽ പോർച്ചുഗീസ് പാരമ്പര്യമുള്ള കുട്ടികൾക്ക് ജന്മം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും എന്ത് ചെയ്തു? പ്രോത്സാഹനം കൊടുത്തു. അപ്രകാരം പോർച്ചുഗീസുകാരെ കൊണ്ട് ഇന്ത്യൻ സ്ത്രീകളെ കെട്ടുന്ന ഈ സംവിധാനത്തെ മിക്സഡ് കോളനീസ് വ്യവസ്ഥ എന്നാണ് അറിയപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ മിശ്ര കോളനി സംവിധാനം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇപ്രകാരം ഉണ്ടായിരുന്ന കുട്ടികളെ ലൂസോ ഇന്ത്യക്കാർ എന്നാണ് അറിയപ്പെട്ടത്. മനസ്സിലായോ? മിക്സഡ് കോളനി സമ്പ്രദായത്തിന് നേതൃത്വം കൊടുത്ത ആളായിരുന്നു അൽബുക്കർക്ക്. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ പോർച്ചുഗീസ് നീതിന്യായ സമ്പ്രദായം കർക്കശമാക്കി അഴിമതി ഒട്ടും അനുവദിക്കാത്ത ഒരാളായിരുന്നു ഇദ്ദേഹം വൈസ്രോയ് ആവുന്നതിന് മുന്നേ തന്നെ 1503 കേരളം സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ കൊച്ചി രാജാവിൻ്റെ സഹായത്തോടു കൂടി ഫോർട്ട് കൊച്ചിയിൽ ഇദ്ദേഹം ഉണ്ടാക്കിയ കോട്ടയുടെ പേരായിരുന്നു മാനുവൽ കോട്ട.
ഇദ്ദേഹം കച്ചവടത്തിനും മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഗോവയിലും കണ്ണൂരും കോഴിക്കോടും കൊച്ചിയിലുമൊക്കെ തന്നെ ധാരാളം കോട്ടകൾ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും കൂടി പറയുവാണെങ്കിൽ ഇന്ത്യയിൽ ഇന്ത്യക്കാരെ സൈന്യത്തിൽ ഉൾപ്പെടുത്തി യൂറോപ്യൻ രീതിയിലുള്ള ആയുധ പരിശീലനം നൽകുന്നത് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലായിരുന്നു. ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് ധാരാളം സ്കൂളുകൾ ഇദ്ദേഹം സ്ഥാപിച്ചു. പുതിയ നാണയങ്ങൾ പുറത്തിറക്കി. സതി നിരോധിക്കുന്ന ആദ്യത്തെ യൂറോപ്യൻ ഭരണാധികാരിയായിരുന്നു ഇദ്ദേഹം എന്ന് പറയുന്നത്. മറ്റ് പോർച്ചുഗീസുകാരെ പോലെയല്ല, ആരാധനാ സ്വാതന്ത്ര്യം ഇന്ത്യക്കാർക്ക് അനുവദിച്ചു കൊടുത്ത ആളായിരുന്നു ഇദ്ദേഹം എന്ന് പറയുന്നത്. ഏഷ്യയിൽ പാരമ്പര്യമായി ലഭിക്കുന്ന ഒരു പദവി ആദ്യമായി ലഭിച്ച യൂറോപ്യനായിരുന്നു ഇദ്ദേഹം. ആ പദവിയുടെ പേരായിരുന്നു ഗോവയിലെ ഡ്യൂക്ക് എന്ന് പറയുന്നത്. മിശ്ര കോളനി വ്യവസ്ഥ അല്ലെങ്കിൽ മിക്സഡ് കോളനി സിസ്റ്റം എന്ന് പറയുന്ന സാധനം ഇന്ത്യയിലോട്ട് ഇദ്ദേഹം നടപ്പിലാക്കി. മിക്സഡ് കോളനി സിസ്റ്റത്തിൽ ഉൾപ്പെട്ട ഇന്ത്യക്കാരെ അറിയപ്പെടുന്ന പേരാണ് ലൂസോ ഇന്ത്യക്കാർ എന്ന് അറിയപ്പെടുന്നത്. ആംഗ്ലോ ഇന്ത്യൻസ് എന്നൊക്കെ പറയില്ലേ, അതിന് മറ്റൊരു പേരാണ് ലൂസോ ഇന്ത്യൻസ് എന്ന് പറയുന്നത്. നീതിന്യായ വ്യവസ്ഥ കർക്കശമാക്കുന്നതും അഴിമതി അനുവദിക്കാത്തതുമായിട്ടുള്ള ഒരു റൂളറായിരുന്നു അൽബുക്കർക്ക് എന്ന് പറയുന്നത്. മാനുവൽ കോട്ട ഇദ്ദേഹം വൈസ്രോയ് ആകുന്നതിന് മുന്നേ 1503 കൊച്ചി സന്ദർശിക്കുന്ന സമയത്ത് രൂപീകരിച്ച ഒന്നായിരുന്നു. ഗോവയിലെയും കണ്ണൂരിലും കോഴിക്കോടിലും കൊച്ചിയിലും ഇദ്ദേഹം കോട്ടകൾ നിർമ്മിച്ച് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അടിത്തറ വിപുലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായി. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ള 1-2 റൂളേഴ്സിനെ പറ്റിയിട്ടാണ്. അതിൽ ആദ്യത്തെ ആളാണ് ആരെന്ന് പറയുന്നത് നിനോ ഡാ കുൻഹ എന്ന് പറയുന്നത്. പുള്ളി 1529 മുതൽ 1538 വരെ ഇന്ത്യ ഭരിച്ചിരുന്ന ആളായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലായിരുന്നു നമ്മുടെ പോർച്ചുഗീസ് ക്യാപിറ്റൽ കൊച്ചിയിൽ നിന്നും ഗോവയിലോട്ട് മാറ്റുന്നത്. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടമായ 1530 പോർച്ചുഗീസ് സാമ്രാജ്യം കൊച്ചിയിൽ നിന്ന് ഗോവയിലോട്ട് മാറ്റുന്നത്. കുഞ്ഞാലി മരക്കാരുമായി ബന്ധപ്പെട്ടിട്ട് വലിയ രീതിയിലുള്ള പോരാട്ടങ്ങൾ കാഴ്ചവെച്ച ഒരു വൈസ്രോയ് കൂടിയായിരുന്നു ഈ കുൻഹ എന്ന് പറയുന്നത്. അതിനെ പറ്റിയിട്ട് കുഞ്ഞാലി മരക്കാരുടെ ചാപ്റ്ററിൽ പഠിക്കും. തൽക്കാലം ഈ ഒരു പോയിന്റ് ഇവിടെ ഓർത്ത് വയ്ക്കുക. അതിനുശേഷം വന്ന ഒരു ശക്തനായിട്ടുള്ള റൂളറായിരുന്നു മാർട്ടിയ അൽഫോൺസ ഡി ഡിസൂസ എന്ന് അറിയപ്പെടുന്നത്. 1542 മുതൽ 45 വരെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തനം എന്ത് ചെയ്തു? അതിശക്തമായിട്ട് നടന്നു. വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ ഇന്ത്യ സന്ദർശിക്കുന്നത് ഈ കാലഘട്ടത്തിലായിരുന്നു. നമുക്ക് ഫ്രാൻസിസ് സേവിയറിനെ പറ്റിയിട്ടൊന്ന് പഠിക്കണം. ഫ്രാൻസിസ് സേവിയർ എന്ന് പറയുന്നത് സ്പെയിനിൽ നിന്നുള്ള ഒരു ജസ്യൂട്ട് മിഷണറി ആയിരുന്നു ഫ്രാൻസിസ് സേവിയർ എന്ന് പറയുന്നത്. ഇദ്ദേഹം 1542 ഗോവയിലാണ് എത്തിച്ചേരുന്നത്. ഏഷ്യയിലേക്കുള്ള കത്തോലിക്ക ദൗത്യം ഇദ്ദേഹത്തിന് ഏൽപ്പിക്കുന്നത് ജോൺ മൂന്നാമൻ എന്ന് പറയുന്ന മാർപ്പാപ്പയായിരുന്നു. ഏഷ്യയിലോട്ടുള്ള കത്തോലിക്ക ദൗത്യം ഇദ്ദേഹത്തിന് ഏൽപ്പിച്ച് ഏഷ്യയിലോട്ട് പറഞ്ഞു വിടുന്നത് ജോൺ മൂന്നാമൻ എന്ന് പറയുന്ന മാർപ്പാപ്പയായിരുന്നു. 1544 49 ഇടയിൽ നിരവധി പ്രാവശ്യം കേരളത്തിലെ കോസ്റ്റൽ ഏരിയയിൽ അല്ലെങ്കിൽ തീരപ്രദേശങ്ങളിൽ ഇദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ട് ക്രിസ്തുമതത്തിലോട്ട് കൂടുതൽ ആകർഷിക്കപ്പെട്ട വിഭാഗമായിരുന്നു പരവർ എന്ന് പറയുന്ന കോസ്റ്റൽ ഏരിയയിൽ താമസിക്കുന്ന ജനവിഭാഗം എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ക്രിസ്ത്യൻ പ്രാർത്ഥനകൾ പ്രാദേശിക ഭാഷയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രധാനമായിട്ടും തമിഴ്, മലയാളം തുടങ്ങിയ ഭാഷയിലോട്ടായിരുന്നു ക്രിസ്ത്യൻ പ്രാർത്ഥനകൾ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നത്. ഇന്ത്യസിൻ്റെ രണ്ടാമത്തെ അപ്പോസ്തലൻ എന്നാണ് ആരറിയപ്പെടുന്നത്? ഫ്രാൻസിസ് സേവിയറിനെ അറിയപ്പെടുന്നത്. അപ്പോസ്തലൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഒരു ദൗത്യവുമായി വരുന്ന ആളെന്നാണ്. ഒരു പ്രദേശത്തോട്ട് വരുന്ന ആൾ എന്നാണ് എന്തെന്നറിയപ്പെടുന്നത് അപ്പോസ്തലൻ എന്ന വാക്കിൽ അറിയപ്പെടുന്നത്. ഇന്ത്യസിൻ്റെ രണ്ടാമത്തെ അപ്പോസ്തലനായിട്ട് അറിയപ്പെടുന്ന ആരാണ്? സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഏറെക്കുറെ 128ഓളം വൈസ്രോയിമാർ ഉണ്ടായിട്ടുണ്ട്, പോർച്ചുഗീസ് വൈസ്രോയിമാർ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ അവസാനത്തെ വൈസ്രോയി അല്ലെങ്കിൽ ഗവർണർ ആയിരുന്നു മാനുവൽ അന്റോണിയോ വസല്ലോ ഇ സിൽവ എന്ന് അറിയപ്പെടുന്നത്. മാനുവൽ അന്റോണിയോ വസല്ലോ ഇ സിൽവ ആയിരുന്നു ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി എന്ന് അറിയപ്പെടുന്നത്. ഇതോടുകൂടി ഇന്ത്യ ഭരിച്ചിരുന്ന പ്രധാനപ്പെട്ട റൂളേഴ്സിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വൈസ്രോയിമാരെ പറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? പഠിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ പോർച്ചുഗീസ് സാമ്രാജ്യം നേരിട്ടിരുന്ന വെല്ലുവിളികളെ പറ്റിയിട്ടാണ്. പ്രധാനമായിട്ടും കുഞ്ഞാലി മരക്കാർമാരുടെ ഭാഗത്ത് നിന്ന് നേരിടുന്ന വെല്ലുവിളികളെ പറ്റിയിട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അധപതനത്തിനെ പറ്റിയിട്ടുമാണ് ഇനി പഠിക്കാനുള്ളത്. അത് അടുത്ത വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഒപ്പം തന്നെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ പരാജയത്തെ പറ്റിയിട്ടും അടുത്ത ക്ലാസ്സിൽ എന്തെയും പഠിക്കും. പോർച്ചുഗീസുകാരുടെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസിനെ പറ്റിയിട്ടും അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്തെയും പഠിച്ചു മാറ്റും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്നാണ് വിചാരിക്കുന്നത്. താങ്ക് യു.